നമ്മുടെ പാർട്ടി വരുന്നുണ്ട്. ഒന്ന് ഹെഡ് ചെയ്തിട്ട് ഇപ്പൊ വന്നേക്കാം. പേമ എക്സ്ക്യൂസ് മീ, പല സ്ഥലത്ത് വെച്ചും പല പ്രാവശ്യവും കണ്ടു. ഞാൻ ഒരുപക്ഷെ മര്യാദകേടായിരിക്കും, എങ്കിലും ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. മനുഷ്യനുമായിട്ടാണ് പരിചയപ്പെടുക. അതിന് വിട്ടാലേ മര്യാദകേടാവൂ. പേര് പറഞ്ഞില്ല. എന്നോട് ചോദിച്ചില്ലല്ലോ. ശരി, ഞാൻ ചോദിച്ചിരിക്കുന്നു. പേര്? ലീന. എവിടെയാണ് വീട്? ഇത്തിരി കിഴക്കോട്ട് പോണം, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അങ്കിൾ മാത്രം. ലീന എന്ത് ചെയ്യുന്നു? ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പരുതക്കാരിയാണല്ലേ? ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. ഞാൻ ചോദിച്ചത് ലീന പഠിക്കുന്നോ അതോ ജോലി വല്ലതും ചെയ്യുന്നോന്ന്. ഞാനിവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സ്റ്റെനോ ആണ്. എനിക്കിവിടെ ഒരു കമ്പനി ഉണ്ട്, സ്വന്തം കമ്പനി, ചെറിയാൻസ് എക്സ്പോർട്സ്. പിന്നെ വീട് കുറച്ച് അകലെയാണ്. ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ പോകും. തൽക്കാലം ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ താമസിക്കുന്നു. കുടുംബസഹിതം? നോനോ, വിവാഹം ചെയ്യാനുള്ള പ്രായമേ ആയിട്ടില്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? അജന്താ ശില്പത്തിന്റെ ഭംഗി ഇതിനു മുൻപ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അയ്യോ, ഞാൻ ശില്പമൊന്നുമല്ല. ശില്പത്തിന് ജീവനുണ്ടായതുപോലെയാണ്. നോക്കൂ, എന്റെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ടായിരുന്നു. ഞാൻ തേടി തേടി നടന്നു. അവസാനം ലീനയിൽ ഞാൻ കണ്ടെത്തി. തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം. ലീനയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ലീന ഏതെന്നോ സാമ്പത്തിക നില എന്തെന്നോ ഒന്നും എനിക്കറിയണ്ട. എനിക്ക് നീ മതി, നിന്നെ മാത്രം മതി. എടാ, നീ ഇവിടെ നിൽക്കണം. സോറി, മീറ്റ് മൈ ഫ്രണ്ട് മിസ്റ്റർ സതീഷ്. നമസ്കാരം. മിസ് ലീന. നമുക്ക് പോവാം. ശരി, പോകട്ടെ. ബൈ ദ വേ, പേര് പറഞ്ഞില്ല. പേര് ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞു. തിരിച്ചടിച്ചല്ലേ? ശരി, ചോദിച്ചിരിക്കുന്നു. എന്റെ പേര് ജോയ്. ഒരു കാര്യം മറക്കണ്ട, എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം. ചെറിയാൻസ് എക്സ്പോർട്ട്, ഫോൺ 3553. ഓക്കെ, മറക്കരുത്. ബൈ. ബൈ. കൊള്ളാമല്ലോടാ.